ഹായ്, അതുണ്ടല്ലോ ഇന്ന് ഫ്രഞ്ച് ടോസ്റ്റ് അപ്പം ഉണ്ടാക്കാം. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഫിലിമിന് പോയപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. മുട്ട ഒഴിക്കുക, കുറച്ച് പാൽ ഒഴിക്കുക. പാൽ ഒഴിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഞാനിവിടെ സിനമൺ പൗഡർ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബേക്കിങ്ങിലാണ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു സിനമൺ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശരിക്കും നമ്മൾ ഇവിടെ ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നു. പിന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. ഞാനത് കുറേ പെട്ടു ഇതൊന്ന് അതിനകത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് സോക്ക് ചെയ്യുക. ഞാൻ ആദ്യത്തേത് വാനില എസൻസ് ഒഴിക്കാതെയും രണ്ടാമത്തത് വാനില എസൻസ് ഒഴിച്ചിട്ടുമാണ് ചെയ്തത്. ടേസ്റ്റ് വ്യത്യാസം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ രണ്ടിനും വലിയ കുഴപ്പമില്ല. വാനിലയിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഞാനിവിടെ ടെമൂന്ന് മേടിച്ചതാണ്. നമുക്ക് ഭയങ്കര വിലക്കുറയുന്ന ടെമൂന്ന് കുറേ സാധനങ്ങൾ കിട്ടും. ഇത് കാസ്റ്റേൻ്റെ പാത്രമാണ്. ഇവിടെ അങ്ങനെയുള്ളതിനെല്ലാം ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ ഇത് ടെമൂന്നാണ് മേടിച്ചത്. നല്ലതാണ്, നമ്മൾ സീസൺ ചെയ്തെല്ലാം എടുത്ത്. അപ്പോൾ ദേ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിങ്ങിലേക്ക് മാറ്റുക. ഞാനിത് പഞ്ചസാര ഇട്ടിട്ടില്ല. നമുക്കിവിടെ മേപ്പിൾ സിറപ്പ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, കാനഡയുടെ എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പം അത് ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ കൂടെ അവരത് കഴിക്കണം. അപ്പം ഞാൻ അതും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഇത് ചെയ്യുന്നുണ്ട്. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പഞ്ചസാര ഇട്ടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്തത്. ഇതിന് പിന്നെ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഫ്ലോപ്പ് ആകാനുള്ള ഒരു സാധ്യതയില്ലാത്ത സാധനമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ